വിജയുടെ കടുത്ത ആരാധകൻ മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ. ഇന്ന് വിജയെ കാണാൻ വേണ്ടിയിട്ട് 5000 കിലോമീറ്റർ ഒക്കെ നടന്ന് യാത്ര പോകുന്നുണ്ട്. തമിഴ്നാട് അതിർത്തി കഴിയുകയും. അതെ, സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉണ്ണിക്കണ്ണനെ ഈ അടുത്ത കാലത്താണ് യൂസ് ചെയ്യാൻ കൃത്യമായിട്ട് ആളുകളായി കിട്ടിയതിന് ശേഷമാണ് ഉണ്ണിക്കണ്ണൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. സോ കൃത്യമായിട്ട് ഒരാളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഉണ്ണിക്കണ്ണൻ തന്നെയല്ലേ കൃത്യമായിട്ട് ഒരാളെയല്ല, സോഷ്യൽ മീഡിയ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് ഉത്തമ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, അല്ലേ? അതെ, നമുക്ക് ഉണ്ണിക്കണ്ണന്റെ ആദ്യത്തെ വീഡിയോകൾ റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ആരോഗ്യകരമായി തോന്നിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ മറ്റേ വിജയുടെ പടം തൂക്കി നടക്കുന്നു, പഴം കൊടുത്തു എന്ന് പറയുന്നു, ആഹാരം കൊടുത്തു എന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ വണ്ണമുള്ള ആളുകളെ ഒന്നും ഇച്ചിരി ഇരുട്ട നിറമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ വണ്ണമുള്ള ആളുകൾ അങ്ങോട്ട് ബോധിക്കത്തില്ല, എല്ലായ്പ്പോഴും ബോധിക്കത്തില്ല. അപ്പോൾ പല ആളുകളും അവരുടെ പെർഫോമൻസ് കഴിവുകൊണ്ട് ഡാൻസും പാട്ടും ഒക്കെ കൊണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ കീഴടക്കിയ ആളുകളുണ്ട്. ഉണ്ണിക്കണ്ണൻ ഒരുപാട് ബോഡി ഷേമിങ്ങിന് ഇടയായിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ ഈ വിജയ് ഭ്രാന്ത് ഒരുപാട് കളിയാക്കലൊക്കെ കാരണമായിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ പക്ഷേ ഈ വിജയ് ഭ്രാന്ത് സോഷ്യൽ മീഡിയ വൈറലാകുന്നതിന് മുമ്പിട്ട് ഉണ്ണിക്കണ്ണൻ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല സിനിമകളിലും ഉണ്ണിക്കണ്ണൻ അഭിനയിച്ചു. ഉണ്ണിക്കണ്ണൻ പക്ഷേ അറിയപ്പെടുന്നത് വിജയുടെ കടുത്ത ആരാധകൻ എന്ന നിലയിലാണ്. പിന്നെ ഉണ്ണിക്കണ്ണൻ അഭിനയിച്ച ഒരു സിനിമ റിലീസായപ്പോൾ ഉണ്ണിക്കണ്ണൻ വന്നിട്ട് ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞു. ഉണ്ണിക്കണ്ണൻ തെറ്റു പറയാൻ പറ്റത്തില്ല. ഞാനും വിചാരിച്ചിരുന്നത് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഇനി ഈ അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കി എന്നൊക്കെ പറയുന്ന ടീമുകളുടെ കൂട്ടത്തിൽ കൂടാൻ പോവുകയാണെന്നാണ് വിചാരിച്ചത്. ഉണ്ണിക്കണ്ണൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഉണ്ണിക്കണ്ണനോട് സംസാരിച്ചപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞത്, ചേട്ടാ അതങ്ങനല്ല, ഞാൻ അഭിനയിച്ചൊരു സിനിമയായിരുന്നു ചേട്ടാ, ഞാൻ അഭിനയിച്ച സിനിമയ്ക്ക് ഒരു നല്ല അഭിപ്രായം ഞാൻ പറയണ്ടേ. അവിടെ ഉണ്ണിക്കണ്ണൻ ഡാൻസ് ഒക്കെ കളിച്ചു. ഇത് ഭയങ്കരമായിട്ട് പുതിയ എണ്ണം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈറലായി. ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ നെഗറ്റീവ് ഇമേജുകളെ വെച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ചാനലുകൾ, നമ്മളടക്കമുള്ള സോഷ്യൽ മീഡിയ ചാനലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ഇന്റർവ്യൂകൾ എടുത്തു. അത് പക്ഷേ ഉണ്ണിക്കണ്ണൻ കൃത്യമായി പ്ലാൻ ചെയ്ത് പറഞ്ഞതോ സ്ക്രിപ്റ്റഡായി പറഞ്ഞതൊന്നുമല്ല. ഉണ്ണിക്കണ്ണൻ കൃത്യമായി ഉണ്ണിക്കണ്ണൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ജെന്യൂൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതെ, ജെന്യൂനായ ഒരു മനുഷ്യൻ, ഒരു പാവം മനുഷ്യനാണ്. ഉണ്ണിക്കണ്ണൻ്റെ ഫാമിലിയെ പറ്റി അവസാനം പറഞ്ഞത് പിന്നെ കള്ളച്ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിക്കണ്ണൻ കാണിക്കുന്നത്. അങ്ങനല്ല, ഉണ്ണിക്കണ്ണൻ കോൺക്രീറ്റ് പണിക്ക് പോയും പാടത്ത് പണിക്ക് പോയും ഒക്കെ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ ജീവിക്കുന്നത്. ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ ഉണ്ണിക്കണ്ണൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പണിയുണ്ട് നാളെ. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞാണ് എനിക്ക് നാളെ പണിയുണ്ട് ചേട്ടാ, ഞാൻ എങ്ങനെയാ ചേട്ടാ വരിക, പോയ 1000 രൂപ കിട്ടില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ണിക്കണ്ണ വണ്ടിക്കൂലിയുടെ പൈസ ഞാൻ തരാം, നാളത്തെ പണിക്കാശ് ഞാൻ തരാം. ഒരു ജോലിക്ക് പോയാൽ ആ ഉണ്ണിക്കണ്ണൻ വേണമെങ്കിൽ പറയാം, എന്റെ ഇന്റർവ്യൂ വേണമെങ്കിൽ എനിക്ക് 5000 രൂപ വേണം, 10000 രൂപ വേണം എന്നൊക്കെ ഉണ്ണിക്കണ്ണൻ വേണമെങ്കിൽ അന്ന് പറയാമായിരുന്നു. വേണമെങ്കിൽ ഉണ്ണിക്കണ്ണന് പറയാമായിരുന്നു. പക്ഷെ ഉണ്ണിക്കണ്ണൻ ഒരു ദിവസത്തെ അത്യാവശ്യം അത് അത്രയും തന്നെ ഞാൻ കൊടുത്തോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് കൊടുത്തോ എന്നുള്ള അക്കൗണ്ട്സ് വഴി ചോദിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷേ പിന്നീടുള്ള ഉണ്ണിക്കണ്ണന്റെ ഒരു പോക്കുണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണന്റെ ആളുകൾ കളിയാക്കിയ ഉണ്ണിക്കണ്ണന്റെ വണ്ണം വെച്ച് ഉണ്ണിക്കണ്ണനെ മാർക്കറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ അടുത്തിടയിൽ ഈ യാത്ര പോകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ണിക്കണ്ണൻ എന്നെ വിളിച്ചിരുന്നു, ചേട്ടാ ഞാൻ ഇതുപോലെ പോവുകയാണ്. അതുപോലെ എന്നെ വിളിച്ചതുപോലെ എല്ലാ ചാനലുകാരും ഉണ്ണിക്കണ്ണൻ വിളിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. അന്ന് ഞാൻ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ നീ പ്രൊമോഷനും പരസ്യമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് പൈസ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ആരാ ചേട്ടാ, എനിക്ക് അവരൊക്കെ തരുന്നത് ഞാൻ വാങ്ങിക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല മോനെ, നിന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നിന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ നീ കൃത്യമായി പൈസ വാങ്ങണം. അതുപോലെ നീ ചെന്ന അനാവശ്യമായ ഇന്റർവ്യൂകളിലോ അനാവശ്യമായ പ്രശ്നങ്ങളോ ചാടിക്കൊടുക്കരുത്. ഇല്ല ചേട്ടാ, ഞാൻ നോക്കി ഉണ്ണിക്കണ്ണൻ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഉണ്ണിക്കണ്ണൻ കുടുംബം നോക്കുന്നുണ്ട്. ഒപ്പമാണ് ഉണ്ണിക്കണ്ണന്റെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്. നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ഉണ്ണിക്കണ്ണന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോയിരുന്നു, ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ വീട്ടിൽ പോയപ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ ആ ഒരു വീട് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഉണ്ണിക്കണ്ണൻ വീട് നോക്കുന്നത് കഷ്ടപ്പെട്ടും പണിയെടുത്തും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു ഉണ്ണിക്കണ്ണനെ മറ്റൊരു രീതിയിലേക്ക് ആളുകൾ ചിത്രീകരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഈ കോപ്രയം കാണിച്ചിറങ്ങി എന്നെ, പക്ഷെ ഉണ്ണിക്കണ്ണൻ എന്നെ കൃത്യമായി കൈകാര്യം ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഉണ്ണിക്കണ്ണനെ വെച്ച് ഇടയ്ക്ക് ഒരു ഫ്ലോർ ക്ലീനർ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു പരസ്യം വന്നു. അത് തിരുവനന്തപുരത്തുള്ള ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്ത ടീമാണ് ചെയ്തത്. അത്ര മനോഹരമായിട്ടാണ് ഉണ്ണിക്കണ്ണൻ അതിന്റെ മേക്കിംഗ് അടിപൊളിയാണ്. ഉണ്ണിക്കണ്ണനെ കൃത്യമായി അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ഈ ഡീറ്റാബാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ജിംനേഷ്യം ടീമുണ്ട്, ഇവര് ഉണ്ണിക്കണ്ണനെ വെച്ചിട്ട് ഇപ്പൊ പ്രൊമോഷൻ ചെയ്യുന്നത്. ഉണ്ണിക്കണ്ണന്റെ വണ്ണത്തെ അവർക്ക് കുറച്ച് കാണിക്കാൻ പറ്റിയാൽ അവർക്ക് ഭയങ്കര പ്രൊമോഷനാണ്. ഉണ്ണിക്കണ്ണൻ അതിലോട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അല്ല, ഉറപ്പായിട്ടും. കാരണം ഉണ്ണിക്കണ്ണനോട് അവരതിന്റെ ദിൽഷിതോ അങ്ങനെ തുടങ്ങിയുള്ള പേര്, അയാൾ കൊടുത്ത ടാർഗറ്റ് ഉണ്ട്, 10 കിലോ കുറച്ച് ഐഫോൺ വാങ്ങിക്കൊടുക്കാവുന്നത്. ഉണ്ണിക്കണ്ണൻ കൃത്യമായ 10 കിലോ കുറച്ചു എന്നുള്ളതാണ്. ഉണ്ണിക്കണ്ണൻ എന്നോട് ഉപദേശിച്ചു, ചേട്ടാ വണ്ണം കുറയ്ക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ, ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യും ചേട്ടാ, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഐഫോൺ ഇല്ല, എന്റെ സ്വപ്നമാണ്. അവർ ഐഫോൺ വാങ്ങിക്കൊടുത്തു യാത്ര പോകുന്നതിന് തൊട്ട് മുമ്പ്. പിന്നെ
ഉണ്ണിക്കണ്ണന്റെ ലക്ഷ്യം വിജയെ കാണുക എന്നതിന് അപ്പുറത്തേക്ക് വിജയോടൊപ്പം അഭിനയിക്കുക എന്നുള്ളതാണ്. അതിലൂടെ കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ണിക്കണ്ണൻ അറിയാം. ഉണ്ണിക്കണ്ണൻ ഭയങ്കര വിജയ ആരാധകനാണ്. അദ്ദേഹം പറയുന്നൊരു സാധനമുണ്ട്, വിജയുടെ അവസാനത്തെ സിനിമയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. വിജയ് പറഞ്ഞതനുസരിച്ചാണ്. ഇനി വിജയ് സിനിമയിലേക്കില്ല, രാഷ്ട്രീയത്തിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറ്റിയില്ലെങ്കിൽ പിന്നെ തന്റെ ജീവിതത്തിലെ സ്വപ്നം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണിക്കണ്ണൻ. നോക്കൂ, ആ വണ്ണം വെച്ചുകൊണ്ട് ഒരു കുറച്ച് ദൂരം നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കള്ളച്ചോറ് തിന്നുന്ന ഒരാളെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ആ ഉണ്ണിക്കണ്ണൻ പുലികളിയിൽ പങ്കെടുത്തു. ഉണ്ണിക്കണ്ണന്റെ വണ്ണത്തെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പുലി. ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഉണ്ണിക്കണ്ണൻ ആ രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ഉണ്ണിക്കണ്ണന്റെ വയറ് കുലിക്കുള്ള ആ ഒരു ഇത് ഉണ്ണിക്കണ്ണൻ ഈ പുലികടിക്കൊക്കെ പോകുന്നതുകൊണ്ട് കൃത്യമായിട്ട് വയറ് കുലിക്കാൻ അറിയാം. ആ ഒരു സാധനം കാണിച്ചിട്ടാണ് ഉണ്ണിക്കണ്ണൻ ആദ്യമായി ട്രെൻഡ് ആയത്. അതെ, ഉണ്ണിക്കണ്ണൻ കൃത്യമായി പുലികളിക്ക് പോകുന്നു. പിന്നെ ഉദ്ഘാടനങ്ങൾക്ക് ഉണ്ണിക്കണ്ണനെ പുലികളയുടെ വേഷത്തിൽ ഞാൻ ആരാ ചേട്ടാന്നൊക്കെ എഴുതിയിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ ഉത്സവങ്ങളുടെ ഘോഷയാത്രയ്ക്ക് ഉണ്ണിക്കണ്ണൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തന്നു. ഉണ്ണിക്കണ്ണന് ചുറ്റും കുറെ ആളുകൾ കൂടുന്നു. എന്തായാലും ഒരു സാധാരണക്കാരന് അവന്റെ സ്വപ്നം സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള അവന്റെ യാത്രക്കിടയിൽ വിജയോടുള്ള ആരാധനയെ അവൻ കൃത്യമായി പ്ലേസ് ചെയ്തു. പക്ഷെ അത് കളിയാക്കി ഒരുപാട് പേര് അതിനായിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ഫ്രണ്ടിൽ സീറ്റ് ഇരുന്ന് ഒരു കാറിനകത്ത് പോകുന്നതിന്റെ പുറകിൽ ഉണ്ണിക്കണ്ണനെ എഴുതി കൊണ്ടുപോകുന്നതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇറക്കുന്നുണ്ട്. കളിയാക്കുന്നത് മാത്രമല്ല, ഉണ്ണിക്കണ്ണന്റെ വീട്ടിൽ പോലും വിജയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ച പടങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും അവന്റെ ജീവിതത്തിൽ, അതായത് പലപ്പോഴും ഞാൻ ഈ ഇടയ്ക്ക് സുഖമില്ലാത്ത മറ്റേ രാകേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയുടെ ഡയറക്ടർ ഇന്റർവ്യൂ എടുത്ത് അയാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ നമ്മളൊരു ആഗ്രഹം വെച്ച് മുന്നോട്ട് പോയാൽ പ്രപഞ്ചം പോലും നമുക്കൊപ്പം നിൽക്കും. പൈലോപ്പയിലോ പറഞ്ഞ വാചകങ്ങളാണ്. അത് തന്നെയാണ് ഉണ്ണിക്കണ്ണൻ പൈലോപ്പയിലയുടെ വാചകമാണോ എന്നറിയില്ല. ഉണ്ണിക്കണ്ണൻ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം അതാണ്. തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി ഉണ്ണിക്കണ്ണൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അവിടെയാണ് ഉണ്ണിക്കണ്ണൻ 500 കിലോമീറ്റർ നടക്കുന്നത്. ഉണ്ണിക്കണ്ണൻ ഇതിനിടയിൽ പറഞ്ഞൊരു വാചകമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. എനിക്കൊരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വേഷമുണ്ട് ചേട്ടാ. ഞാൻ എവിടെ എത്തുമ്പോഴാണോ ആ സിനിമയിലെ സെറ്റിൽ ഷൂട്ട് ചെയ്യേണ്ടത്, വണ്ടി കയറി തിരിച്ചു വന്ന് അഭിനയിച്ചിട്ട് തിരിച്ച് ആ സ്ഥലത്ത് നിന്ന് വീണ്ടും നടക്കും. ഇനി ചില ഓൺലൈൻ മീഡിയാസ് വേറൊരു പണി കാണിക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണന്റെ പഴയ വീഡിയോ, ഉണ്ണിക്കണ്ണൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇയാളെ കാൽനട യാത്രയല്ല, ഇയാൾ ബസ്സിലാണ് പോകുന്ന തരത്തിലൊക്കെ. പക്ഷെ അത് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉണ്ണിക്കണ്ണൻ ഈ 10-15 കിലോ വണ്ണം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര അത് വളരെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണിക്കണ്ണൻ ഒരു മോട്ടിവേഷനാണ്, നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷനാണ്. അതെ, നമ്മുടെ കൊച്ചി മെട്രോ വരെ എടുത്ത മോട്ടിവേഷൻ ആണ്. എല്ലാരും ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട്. നിലച്ച വണ്ടി കിട്ടി കിടക്കല എന്ന കടച്ച വണ്ടിയിലെ പോകലാന്ന് എന്തോ ഒരു സാധനം. അതുപോലെ തന്നെ ഞാൻ ആരാ ചേട്ടാ, അത് ഉണ്ണിക്കണ്ണന്റെ സ്വന്തം ഡയലോഗാ. ഞാൻ ആരാ ചേട്ടാ, ഉണ്ണിക്കണ്ണൻ ചോദിക്കും ഞാൻ മംഗലാം ഡാമിലെ ഒരു സാധാരണ കുടുംബത്തിലെ ജനിച്ചു വന്ന ഉണ്ണിക്കണ്ണനെ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായും ഉണ്ണിക്കണ്ണൻ സാധാരണക്കാരനല്ല. ഉണ്ണിക്കണ്ണൻ ഇനി മുതൽ സാധാരണക്കാരനല്ല, ജനമനസ്സുകൾ ഏറ്റെടുത്ത ഒരാളായി മാറട്ടെ. ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണനെ ചോദിച്ചു വിജയ് കാണേണ്ട ആവശ്യമുണ്ടോ, ഉണ്ണിക്കണ്ണൻ ഇപ്പൊ വേഷങ്ങളൊക്കെ ഇല്ല കേട്ടോ, അതാണ് എന്റെ ലക്ഷ്യം മറന്നു പോകുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ലക്ഷ്യങ്ങളൊക്കെ വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെലിബ്രിറ്റി ഫ്രീഡം, സെലിബ്രിറ്റി നൽകുന്ന എൻജോയ്മെന്റ് കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പോകുന്ന ആളുകൾ നമ്മൾ കണ്ടു. ഇന്നിപ്പം കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂർ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് നടത്താനാണെന്ന് പറഞ്ഞ് വലിയ ഓട്ടം നടത്തി. ഇവിടെ ബ്ലഡ് ബാങ്ക് എവിടെ എന്ന് ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും ഉണ്ണിക്കണ്ണൻ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരെയാണ്. ഉണ്ണിക്കണ്ണന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ണിക്കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഈ വിജയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ഉണ്ണിക്കണ്ണൻ പോയിട്ട് നടത്തിയ പ്രകടനങ്ങളൊക്കെ ഉണ്ട്, മോണോ ആക്ടും പരിപാടിയൊക്കെ നടത്തി. അതൊക്കെ നെഗറ്റീവായിട്ട് തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിജയ് എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും, വിജയുടെ ടീമിൽ കണ്ടിട്ടുണ്ടാവും. വിജയ് ഉണ്ണിക്കണ്ണനെ കാണുന്ന നിമിഷത്തിന് വേണ്ടി എല്ലാ മലയാളികളും കാത്തിരിക്കുകയാണ്.